ഹായ് മക്കളെ, എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം MK. മക്കളെ, +2 ഫിസിക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പരീക്ഷയും ഓടിയെത്തും. നിങ്ങൾ കൃത്യമായി പഠിച്ചു പോകണം മക്കളെ. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ബ്രൈറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ എല്ലാ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്ത് കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും പഠിക്കട്ടെ മക്കളെ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സിമ്പിൾ ലാംഗ്വേജിൽ, സിമ്പിൾ സെന്റൻസിൽ നമ്മൾ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, ഫിസിക്സ് അല്ല, എല്ലാ വിഷയങ്ങളും, ഫിസിക്സും കെമിസ്ട്രി, ബയോളജി, മാത്സ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഉടനടി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ചാണ്. അത് ഓർക്കുന്നുണ്ടല്ലോ? അത് കാണാത്തവർ ആരെങ്കിലും ഈ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ കയറി കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. നമ്മൾ അതിനകത്ത് റെക്ടിഫയർ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അത് നോക്കിക്കോണം. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേക്കാം, എന്താ റെക്ടിഫയർ, എന്താണ് സാർ റെക്ടിഫയർ, എന്താണ് സാർ റെക്ടിഫയർ, എന്തിനാണ് സാർ റെക്ടിഫയർ, എന്തിനാണ് സാർ റെക്ടിഫയർ? AC-യെ DC ആക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരാണ് റെക്ടിഫയർ. ക്ലിയർ ആണല്ലോ? എത്ര റെക്ടിഫയർ ഉണ്ട് മക്കളെ? 2 റെക്ടിഫയർ ഉണ്ട്, 2 റെക്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ അതിൽ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞു, ഹാഫ് വേവ് റെക്ടിഫയർ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന നല്ല സൂപ്പർ സാധനം, നല്ല അടിപൊളി സാധനം എന്താണ്? ഫുൾ വേവ് റെക്ടിഫയർ. പറയടാ മക്കളെ, ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ അല്ലേടാ? റെക്ടിഫയർ. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയർ തുടങ്ങാം നമുക്ക്. യെസ്. അപ്പോൾ എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നതെന്ന് നോക്കിക്കോ മക്കളെ. സിമ്പിൾ ആടാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാഫ് വേവ് പഠിച്ച പോലെ തന്നെ നമ്മൾ ഒരു AC സോഴ്സ് കൊടുക്കുന്നത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഏതാ? AC അല്ലേ? AC സോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, അവിടെ ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ട്രാൻസ്ഫോമർ വരയ്ക്കുന്നു. ഓക്കെ സാർ, വരച്ചു സാർ. നിങ്ങൾ പേനയും പേപ്പറും എടുത്ത് വരയ്ക്കണേ. നിങ്ങൾ ചുമ്മാ അതിങ്ങനെ നോക്കി മക്കളെ, നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അല്ലേ? പഠിപ്പിക്കുന്ന ധാരാളം അധ്യാപകരുടെ വീഡിയോസ് അവൈലബിൾ ആണ്. എല്ലാവരും നല്ല അധ്യാപകരാണ്, എല്ലാവരും നന്നായി പഠിക്കും. പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് കണ്ടോണ്ടിരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ലടാ. ഇതൊരു ഫിസിക്സ് സബ്ജക്റ്റ് ആണ്. ഈ സയൻസ് വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടും പേനയും ബുക്കും ഒക്കെ എടുത്തിട്ട് എഴുതിയെടുക്കണം. സാറ് പറയുന്ന ആ സെന്റൻസുകളോ അല്ലെങ്കിൽ ആ പറയുന്ന ടോപ്പിക്സോ പടങ്ങളോ ഒക്കെ സാറിനോടൊപ്പം വരച്ച് പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പരീക്ഷയ്ക്ക് ഓർമ്മ വരും, എഴുതാൻ പറ്റും. അല്ല ചുമ്മാ കണ്ടിരുന്നത് കൊണ്ട് ഇതൊന്നും ആരും പഠിക്കാൻ പോകുന്നില്ല. കേട്ടല്ലോ? അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യണം മക്കളെ. സാറിനോടൊപ്പം ഈ വരയ്ക്കുന്നതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്തു പോവുക? പോസ് ചെയ്ത് വരച്ചു പോവുക. ഓക്കെ അല്ലേടാ? അപ്പോൾ ദാണ്ട വരച്ചു. സാർ ഇത്രയും സാർ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചായിരുന്നു. ഏതിനകത്ത്? ഹാഫ് വേവ് റെക്ടിഫയറിനകത്ത്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നോക്കിക്കോണേ മക്കളെ. ഇവിടെ എന്താ വരയ്ക്കുന്നത്? ഡയോഡ്. പറഞ്ഞേ ഡയോഡ്. ഇനിയാണ് അടുത്ത പരിപാടി. സാറ് താണ്ടടാ താഴെയും കൂടെ ഒരു ഡയോഡും കൂടെ കണക്ട് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഹാഫ് വേവ് റെക്ടിഫയർ പഠിപ്പിച്ചപ്പോ സാറ് ഒറ്റ ഡയോഡേ കണക്ട് ചെയ്തുള്ളൂ. പക്ഷേ ഇവൻ ഫുള്ളാണ്. ഇവൻ ഫുൾ ആകണമെങ്കിൽ മിനിമം 2 ഡയോഡ് നമ്മൾ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തു. എന്നിട്ട് അവരെ തമ്മിൽ അങ്ങ് യോജിപ്പിച്ചു. കണ്ടോ? ജോയിൻ ചെയ്തു. ഇതെല്ലാം വയർ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. കണക്റ്റിംഗ് വയേഴ്സ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സാറേ ലോഡ് റെസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്യും. നമ്മൾ ഔട്ട്പുട്ട് എടുക്കേണ്ടത് ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടല്ലേ? അപ്പോൾ ലോഡ് റെസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്യും. ദാണ്ടേ ഈ 2 ഡയോഡിനെയും കൂടെ നമ്മൾ യോജിപ്പിച്ചല്ലോ. ഈ യോജിപ്പിച്ച ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത കണക്ഷൻ എടുക്കുന്നു. ആ കണക്ഷൻ എടുത്തിട്ട് അവിടെയാണ് നമ്മൾ ആരെ കണക്ട് ചെയ്യുന്നത്? ലോഡ് റെസിസ്റ്റർ. ആരെയാടാ? ലോഡ് റെസിസ്റ്റർ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ശ്രദ്ധിച്ചേ, ഈ ട്രാൻസ്ഫോമറിന്റെ സെന്ററിൽ നിന്നും നമ്മൾ ഒരു കണക്ഷൻ എടുത്തടാ. ഈ ട്രാൻസ്ഫോമറിന്റെ എവിടുന്ന കണക്ഷൻ എടുത്തേ? സെന്ററിൽ നിന്നൊരു കണക്ഷൻ എടുത്തിട്ട് അതിനെ നമ്മൾ അങ്ങ് എർത്ത് ചെയ്യുവേ. ഇങ്ങനെ കാണിച്ചാൽ എന്താ അർത്ഥം? എർത്ത് ചെയ്യും. പറയടാ, ഇങ്ങനെ കാണിച്ചാൽ എന്താ അർത്ഥം? ഒന്നും കൂടെ സാർ വരയ്ക്കാം. നോക്കിക്കേ, ട്രാൻസ്ഫോമറിന്റെ സെന്ററിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് അതിനെ നമ്മൾ അങ്ങ് എന്ത് ചെയ്യുന്നു? എർത്ത് ചെയ്യുന്നു. എന്നിട്ട് ഈ ലോഡ് റെസിസ്റ്ററിന്റെ ഈ കണക്ഷൻ നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നു? ആ കണക്ഷനിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇതിങ്ങനെ വരച്ചു വെക്കുക. കണ്ടല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ട്രാൻസ്ഫോമറിന്റെ സെന്ററിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തു. സോ നമുക്ക് അവിടെ ഈ ട്രാൻസ്ഫോമറിനെ നമ്മൾ ഒരു പേരിൽ വിളിക്കാം, ഒരു പേരിട്ട് വിളിക്കാം. സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ. പറഞ്ഞേടാ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ. സെന്ററിൽ നിന്ന് നമുക്കൊരു കണക്ഷൻ എടുക്കാൻ പറ്റും. അതാണ് സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ. അവിടെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ എർത്തിലേക്ക് കണക്ട് ചെയ്തു. എർത്ത് ചെയ്തു. എന്നിട്ട് അതിന്റെ ആ കണക്ഷൻ നമ്മൾ ലോഡ് റെസിസ്റ്ററിലേക്ക് എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ഇനി ഈ ലോഡ് റെസിസ്റ്ററിന് എക്രോസ് ആയിട്ട് നമ്മൾ എന്ത് മെഷർ ചെയ്യാൻ പോവാണ്? ഔട്ട്പുട്ട്. എന്താണ്? ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ പോവാം. തുടങ്ങാം നമുക്ക് ഈ ഡയോഡിന് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. D1
D2 D1 എന്ന് പറയുന്ന ഡയോഡ്, D2 എന്ന് പറയുന്ന ഡയോഡ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാം മക്കളെ, സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. സാർ ഞങ്ങൾക്ക് ഇനി അറിയാം സാർ, വരയ്ക്കാൻ പോകുന്നത് ഇൻപുട്ട് AC ആണ്, ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഇൻപുട്ട് AC-ക്ക് വ്യത്യാസമൊന്നുമില്ല, AC അത് തന്നെയാണ്, സെയിം ഗ്രാഫ് തന്നെ നമ്മൾ വരയ്ക്കുന്നു. എന്താ വരയ്ക്കുന്നേ? യെസ്, ഇൻപുട്ട് AC കണ്ടോണേ, റ താഴോട്ട്, റ താഴോട്ട്, അങ്ങനെ അങ്ങനെ കണ്ടോ 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 എങ്ങനെയാ 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 ഒന്ന് പറഞ്ഞേ. മോളോട്ടൊരു റ, താഴോട്ടൊരു യു, മോളോട്ടൊരു റ, താഴോട്ടൊരു യു, അങ്ങനെ അങ്ങനെ നമ്മൾ വരച്ചു പോകും. അതാണ് AC, ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇതിന് കറസ്പോണ്ടിങ് ആയി കൊടുക്കുന്ന ഇൻപുട്ട് AC-ക്ക് കറസ്പോണ്ടിങ് ആയി നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് DC എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നോക്കിക്കേ, കണ്ടോ കണ്ടോ കണ്ടോണേ, കണ്ടോ കണ്ടോ കണ്ടോണേ, നോക്കി മകളെ. നമ്മൾ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പൊ നമുക്കറിയാം ഇവിടെ 2 പോയിന്റ് എടുക്കാൻ സാർ പഠിപ്പിച്ചിട്ടുണ്ട്. A എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ വേണമെങ്കിൽ നമുക്ക് B എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ A becomes പോസിറ്റീവ്, B become നെഗറ്റീവ് എന്നെടുക്കാം. അപ്പൊ A become പോസിറ്റീവ് ആണെങ്കിൽ D1 ശ്രദ്ധിച്ചോണം, D1 എന്ന് പറയുന്ന ഡയോഡിന്റെ ഇത് P, ഇത് N അല്ലേ? ഓക്കെ, D1 എന്ന് പറയുന്ന ഡയോഡിന്റെ P റീജിയൻ എന്തുമായിട്ടാ? പോസിറ്റീവ് ആയിട്ടും. N റീജിയൻ എന്തുമായിട്ടാ? നെഗറ്റീവ് ആയിട്ടല്ലേ? കണ്ടോ കണ്ടോ, P റീജിയൻ പോസിറ്റീവ് ആയിട്ടും N റീജിയൻ നെഗറ്റീവ് ആയിട്ടും. സോ D1 എന്തിലാണ്? ഫോർവേഡ് ബയാസ്ഡ്. ആ വാക്ക് എന്തുവാ? ഫോർവേഡ് ബയാസ്ഡ്. കറണ്ട് അതിനകത്തൂടെ കടന്ന് പോകും. ഇതാണ്ട് ആ കറണ്ട് പോകുന്ന പാത്ത് ഞാൻ വരയ്ക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇങ്ങനെ കയറി, ഇങ്ങനെ കയറി, ഇങ്ങനെ കയറി, ലോഡ് റെസിസ്റ്ററിലൂടെ കയറി, ഇങ്ങനെ കയറി. കണ്ടോ, ഈ സർക്യൂട്ട് അങ്ങ് എന്ത് ചെയ്യൂടാ? ഈ സർക്യൂട്ട് അങ്ങ് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആവും. അപ്പൊ ലോഡ് റെസിസ്റ്ററിനകത്തൂടെ കറണ്ട് പോയി. അപ്പൊ അതിന് അക്രോസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ആ ഔട്ട്പുട്ട് ഞാൻ ഇവിടെ വരയ്ക്കാം. ഔട്ട്പുട്ട് കിട്ടും. റായ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റാ കിട്ടി. പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹാഫ് കിട്ടി. ഓക്കെ അല്ലേ? ഇനി എന്തുവാ? ഡയറക്ഷൻ മാറും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ A becomes നെഗറ്റീവ്, B becomes പോസിറ്റീവ്. അപ്പൊ A become നെഗറ്റീവ് ആണെങ്കിൽ ഡയോഡ് D1ന്റെ P നെഗറ്റീവ് ആയിട്ടാ. D1 കറണ്ടിനെ കടത്തി വിടത്തില്ല. സോ D1 എന്താണ്? ഇവൻ കറണ്ടിനെ കടത്തി വിടത്തില്ല, അവൻ റിവേഴ്സ് ബയാസ്ഡാ. പണി പാളിയല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ താഴോട്ട് നോക്കിക്കേ. ആരുടെ താഴോട്ട്? ദാണ്ട് D1ന്റെ തൊട്ട് താഴോട്ട് നോക്കിക്കേ, D2 ഇരിക്കുന്നുണ്ടോ? ആ D2ന്റെ പ്രശ്നം, D2ന് ഒരു പ്രത്യേകത ഉണ്ട്. D2ന്റെ P റീജിയൻ ആരുമായിട്ട്? പോസിറ്റീവ് ആയിട്ടും. D2ന്റെ N റീജിയൻ നെഗറ്റീവ് ആയിട്ടും കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ D2 ഫോർവേഡ് ബയാസ്ഡ് ആയി. നേരത്തെ D2 എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായിരുന്നു. അപ്പൊ ഒരുത്തം പോയാൽ തീർന്നു, പണി തീർന്നു, പിന്നെ ഔട്ട്പുട്ട് ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. D1 റിവേഴ്സ് ബയാസ്ഡ് ആയാലും D2 എന്താകുന്നുണ്ട്? ഫോർവേഡ് ബയാസ്ഡ് ആകുന്നുണ്ട്. അപ്പൊ D2-നകത്തൂടെ എന്ത് പോവും? കറണ്ട് കടന്നു പോവും. ആ ഡയോഡിനകത്തൂടെ കറണ്ട് കടന്നു പോവും. ആ പാത്ത് ഞാൻ വരയ്ക്കാം. വേറെ കളർ ഉപയോഗിക്കാം. ഏതാ? ചാണകപ്പച്ച മതിയോ? മഞ്ഞ വേണോ? ഏത് കളർ ഉപയോഗിക്കാം? ഓറഞ്ച് ഉപയോഗിക്കാം. നോക്കിക്കോ മക്കളെ, ഇത് ഓറഞ്ചാന്ന് സാറ് പറഞ്ഞ നിങ്ങൾക്കറിയാം അല്ലേ? പോട്ടെ, ഏതെങ്കിലും ഒരു കളർ, ഈ കളർ ഉപയോഗിച്ച് നോക്കി. ഈ ഇത് വഴി കയറി കറണ്ട് കയറി ദാണ്ട ലോഡ് റെസിസ്റ്ററിനകത്തൂടെ കയറി ദാ പോകുന്നു. സർക്യൂട്ട് കംപ്ലീറ്റ് ആയില്ലേ? അവിടെയും സർക്യൂട്ട് കംപ്ലീറ്റ് ആയില്ലേ? കണ്ടോടാ മക്കളെ. അപ്പൊ ലോഡ് റെസിസ്റ്ററിനകത്തൂടെ അപ്പൊ കറണ്ട് പോകുന്നുണ്ട്. അപ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ആ ഔട്ട്പുട്ട് ഞാൻ ഇവിടെ വരയ്ക്കുന്നു. മേളോട്ട് തന്നെ വരയ്ക്കണം. കാരണം റെക്ടിഫയർ ആണ്, AC DC ആക്കാണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ താഴോട്ട് പോയ നെഗറ്റീവ് സൈക്കിളിനെ മേളിലേക്ക് തന്നെ കൊണ്ടുവന്നു. കണ്ടോ? അപ്പോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനും എനിക്ക് ഔട്ട്പുട്ട് കിട്ടി, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനും എനിക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇത് തന്നെയാ പിന്നെ നടക്കാൻ പോകുന്നത് അല്ലെ? വീണ്ടും എന്ത് ചെയ്യുന്നു? ഡയറക്ഷൻ മാറുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്നു. A become പോസിറ്റീവ്, B become നെഗറ്റീവ്. അപ്പൊ D1 become ഫോർവേഡ് ബയാസ്ഡ്, D2 become റിവേഴ്സ് ബയാസ്ഡ്. അപ്പൊ അഗൈൻ വി ഗെറ്റ് ഔട്ട്പുട്ട്. അതെല്ലാം ഒരേ ഷേപ്പിൽ ഇരിക്കണം കേട്ടോ. അപ്പം സാറിന് നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നുണ്ടോ? സാർ ഇങ്ങനെ വരച്ചു വെക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ഒരേ ഷേപ്പിൽ വരയ്ക്കണം. അടിപൊളി. അത് കഴിഞ്ഞ് വീണ്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? D2 become ഫോർവേഡ് ബയാസ്ഡ്, D1 become റിവേഴ്സ് ബയാസ്ഡ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് കിട്ടുന്നത്. സോ AC കംപ്ലീറ്റ് ആയിട്ട് DC ആയിട്ട് മാറി. അപ്പൊ ഫുൾ വേവ് കിട്ടുന്നുണ്ട്. ഒരു വേവ് എന്ന് വെച്ചാൽ ഒരു റായും ഒരു യുവാ. കണ്ട, ഒരു വേവ് എന്ന് വെച്ചാൽ ഒരു റായും ഒരു യുവും കൂടെ ചെയ്യുന്ന ആ വേവ്. മനസ്സിലായോ? അപ്പോ റായ്ക്കും കിട്ടുന്നുണ്ട്, യുവിനും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. എന്താണ്? റാ കിട്ടുന്നുണ്ട്. സോ ഫുൾ സൈക്കിൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആ റെക്ടിഫയറെ നമ്മൾ വിളിക്കും ഫുൾ വേവ് റെക്ടിഫയർ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? അടിപൊളിയായിട്ട് ഇതുപോലെ പടം വരച്ച് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും.
അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ മക്കളെ, എഫിഷ്യൻസി ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ, എഫിഷ്യൻസി ഈറ്റയാണ്, ഈറ്റ ഓക്കെ, എഫിഷ്യൻസി എത്രയാണ്? ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എത്രയാ? 40.6%. 40.6%. അതിന്റെ ഇരട്ടി എത്ര? 81.2% ആണ് ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി. ഇത്രയും പഠിച്ചാൽ, ഇത്രയും മതി, റെക്ടിഫയറിനെ കുറിച്ച് ഇത്രയും പഠിച്ചാൽ ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളായി. സിമ്പിൾ ആയിട്ട് ഇതേപോലെ വരച്ച്, ഇതേപോലെ ഇൻപുട്ട് എ സിയും ഔട്ട്പുട്ട് ഡി സിയും വരച്ച് ആ വർക്കിംഗ് സ്വന്തം കയ്യിലിട്ട് എഴുതാം. എങ്ങനെയാ? ഫോർ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് എ സി വി ഗെറ്റ് എ ഔട്ട്പുട്ട് അക്രോസ് ലോഡ് റെസിസ്റ്റർ, കാരണം D1 become forward biased, അതും കൂടെ എഴുതിക്കണം. For the negative half cycle, D1 become reverse biased, but at that time D2 become forward biased. So we can get output എവിടെ? across load resistor. മതി മക്കളെ, ഇതിനൊക്കെ മാർക്ക് തരും. മതി. സംഭവം എന്താ പറയാ, നിങ്ങൾ ആ സർക്യൂട്ട് ഡയഗ്രം വൃത്തിയായിട്ട് വരയ്ക്കുമ്പോൾ തന്നെ ആ കാണുന്ന അധ്യാപനം ഇവന്റെ കാര്യം അറിയാം. എന്നാലേ ഇത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ, കാണാൻ പഠിച്ചുകൊണ്ട് വരയ്ക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? അടിപൊളിയല്ലേടാ? അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും തീർത്തിട്ടുണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. നിങ്ങൾ നോക്കിക്കോ, മോഡൽ എക്സാമിനും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, ഫൈനൽ എക്സാമിനും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം അത്ര സിമ്പിൾ ആയിട്ട് ഇപ്പൊ മാറ്റിയിരിക്കുകയാണ് ആ പോർഷൻ. ക്ലിയർ അല്ലേടാ? അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നിങ്ങളുടെ സ്വന്തം MK സാർ അടുത്ത വീഡിയോയുമായി ഉടനടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.